എനിക്ക് ഈ ടാരോന്റെ കാർഡ്സ് ഒന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന്. അത് ഒരു വശം. ഇനി പാസ്റ്റ് ലൈഫ് കർമ്മ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അതവൻ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും. ഇവന്റെ കർമ്മ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഇവിടെയല്ല. അഞ്ച് സെൻസിനപ്പുറം നിൽക്കുന്ന കാര്യങ്ങൾ, ഒരു സിക്സ്ത് സെൻസ്, ഒരു 5 ഡയമെൻഷണൽ എനർജി സോഴ്സ് ഉണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ടാരോയും ആസ്ട്രോളജിയും പ്രാക്ടീസ് ചെയ്യുന്ന ഹീലർ കൂടിയായ ശില്പ നായർ മാം ആണ്. മാം നമസ്കാരം. നമസ്കാരം. ടാരോ റീഡിംഗ് നമ്മൾ വിവിധ തരത്തിൽ ഒരുപാട് പേര് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് ഈ ടാരോ റീഡിംഗ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ടാരോ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ സ്റ്റക്കാവുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാവും. എന്താണ് സ്റ്റക്ക് ആവാനുള്ള റീസൺ എന്നുള്ളത് പലപ്പോഴും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. കാര്യം ഇത് അവൻ്റെ മെൻ്റൽ ബ്ലോക്കായിരിക്കും, അവൻ്റെ സബ് കോൺഷ്യസ് എനർജിയിലുള്ള ബ്ലോക്കാണ്. അവൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് അവൻ്റെ കോൺഷ്യസ് മൈൻഡിലാണ് ഉള്ളത്. ആ ഒരു കോൺഷ്യസ് മൈൻഡിലേക്ക് ഇവൻ്റെ സബ് കോൺഷ്യസ് എനർജി എത്തുന്നില്ല പലപ്പോഴും. അപ്പം എനിക്ക് 6 മാസത്തിനുള്ളിൽ ഒരു ജോബ് വേണം എന്ന് വിചാരിക്കുകയാണ്. 6 പോയിട്ട് 1 വർഷമായിട്ടും അവന് ജോബ് കിട്ടുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ, ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ പലതാണ്. പക്ഷെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. ജീവിതം എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ട് പോവല്ല. നമ്മുടെ സോളിൻ്റെ ഒരു എവല്യൂഷൻ ഉണ്ടാവണം. അതിനെ നമ്മൾ ചാലഞ്ചസിനെ ഫേസ് ചെയ്ത് നമ്മൾ മറികടക്കണം. അപ്പോൾ ഇതിനുള്ള മെൻ്റൽ സ്ട്രെങ്ത് എവിടെ നിന്ന് എടുക്കാം, നമ്മളുടെ വീക്ക് പോയിൻ്റ് എന്താണ്, നമ്മളുടെ സ്ട്രോങ് പോയിൻ്റ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിക്ക് ഒരു അനലിറ്റിക്കൽ ടൂള് വേണം. അതായത് നമ്മളുടെ ഒരു 5 സെൻസിനപ്പുറം നിൽക്കുന്ന കാര്യങ്ങൾ, ഒരു സിക്സ്ത് സെൻസ്, ഒരു 5 ഡയമെൻഷണൽ എനർജി സോഴ്സ് ഉണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന. ആ എനർജിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ അനലിറ്റിക്കലി എടുക്കുകയാണ് ഒരു വ്യക്തിയുടെ എനർജി റീഡ് ചെയ്യണം. അപ്പോൾ ഇവൻ്റെ ബേസിക്കലി സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണുള്ളത്, അതാണ് അവൻ്റെ മെൻ്റൽ ബ്ലോക്കുകൾ. അത് കണ്ടെത്തിയിട്ട് നമ്മൾ അതിനെ ഹീൽ ചെയ്യണം. നമ്മൾ ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ അങ്ങ് ബ്ലാങ്ക് ആയി പോകും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് അടുത്തത് എന്ത് ചെയ്യണം എന്നറിയാതെ, ഇപ്പൊ നമ്മുടെ കരിയറിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എന്താണ്, അതെ, നമ്മൾ പകച്ചു നിൽക്കുക എന്നൊക്കെ പറയും. പിന്നെ എന്ത് ചെയ്താലും പിന്നെ ശരിയാവില്ല, എല്ലാം ഒരു ഡൗട്ട്ഫുൾനെസ്സിലൂടെ കൂടി ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ള മെന്റൽ ബ്ലോക്കുകൾ, അല്ലെങ്കിൽ എന്താ പറയാ, കരിയറിൽ ഉണ്ടാവുന്ന ബ്ലോക്കുകൾ, ഇതൊക്കെ നമുക്ക് ടാരോ റീഡിങ്ങിലൂടെ എന്താണ് അതിന്റെ റൂട്ട് കോസ്, നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്ക് അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് അറിയില്ലായിരിക്കും. പക്ഷെ ആ റൂട്ട് കോസിന് നമുക്ക് കണ്ടുപിടിക്കാൻ ടാരോ സഹായിക്കും. അതെ, എക്സാക്ട്ലി. നമ്മൾ അതിലേക്ക് തന്നെയാണ് വരുന്നത്. റൂട്ട് കോസ് കണ്ടെത്തുക, അവിടെ ഹീൽ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളുടെയും ഈ കതിരെ കൊണ്ട് വളം വയ്ക്കുന്ന പോലെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇവൻ്റെ ഉള്ളിലെ എനർജി നമ്മൾ മാറ്റണം. ഇവൻ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ജോബിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ജോബ് വേണം എന്നുള്ളത് ഇവൻ്റെ കോൺഷ്യസ് മൈൻഡിൽ ഉള്ള തോട്ടാണ്. ബിക്കോസ് അത് അവൻ്റെ നെസസിറ്റിയാണ്, അവൻ്റെ നീഡ് ഓഫ് ദ അവറാണ്, അവൻ്റെ ആവശ്യമാണ് ഒരു ജോലി. എല്ലാവരും സ്വാഭാവികമായിട്ട് പഠിത്തം കഴിഞ്ഞു ജോലി. പക്ഷെ ഇവൻ്റെ മനസ്സിൽ, അതായത് ഇവൻ്റെ സബ് കോൺഷ്യസ് എനർജിയിൽ ഇതെത്തിയിട്ടില്ല, ഇത് രജിസ്റ്റർ ആയിട്ടില്ല. എന്തുകൊണ്ട് രജിസ്റ്റർ ആയിട്ടില്ല? ഇതാണ് നമ്മൾ ടാരോ റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പം നമുക്ക് കുറേ കാരണങ്ങൾ കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഇവൻ ഇഷ്ടമുള്ള ഒരു കഴിവുള്ള ഒരു മേഖല, അതാണ് ഇവൻ്റെ പാഷൻ എന്നോ, അല്ലെങ്കിൽ ഇവന് ഡീപ്പറായിട്ടുള്ള ഡിസയർ, ഒരു ബേണിങ് ഡിസയർ ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അതിലേക്കാണ്. പക്ഷേ ഇവൻ പഠിച്ചിട്ടുള്ളത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അവിടെ അല്ല അവന് നിയോഗമുള്ളത്. അത് ഒരു വശം. ഇനി പാസ്റ്റ് ലൈഫ് കർമ്മ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അതവൻ അനുഭവിക്കുന്നൊരു സമയമായിരിക്കും. ഇവൻ്റെ കർമ്മ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഇവിടെയല്ല. എങ്കിൽ അവൻ നോക്കുന്ന സ്ഥലത്ത് അവന് ജോലി കിട്ടില്ല. അവൻ ആ റൈറ്റ് ട്രാക്കിലേക്ക് പോകണം, അതായത് ദിശ മാറി സഞ്ചരിക്കണം. പക്ഷെ ഈ ദിശ ഏതാണ് അവൻ അറിയില്ല. ഇത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ മുതിർന്നവരുടെ അഡ്വൈസ് എടുക്കുക, കരിയർ കൗൺസിലിംഗ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നുണ്ട്. അത് പല മേഖലയിലും പല രീതിയിൽ എക്സ്പെർട്ടൈസ് ഉള്ളവർക്ക്
അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് അവർക്കത് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. പക്ഷെ ഒരു മനുഷ്യൻ്റെ അവൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എനർജി റീഡ് ചെയ്തിട്ട് അവൻ്റെ ഹയർ സെൽഫിലേക്കുള്ള ജേർണിയിലേക്കുള്ള കറക്റ്റ് പ്രസൻറ്റിലേക്ക് ടാപ്പ് ഇൻ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ സബ് കോൺഷ്യസ് എനർജി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്യണം. അതുവഴി അവൻ്റെ ബ്ലോക്കുകൾ നമുക്ക് ഓരോന്നായിട്ട് ഊഴി അഴിച്ച് എടുത്ത് മാറ്റാൻ പറ്റും. ഇതിപ്പോ നമുക്ക് പേഴ്സണലി ഉണ്ടാവുന്ന ബ്ലോക്കുകളാണ്. ഇപ്പൊ ചില സമയത്ത് ഇപ്പോൾ എനിക്ക് വേറൊരു ജോലി വേണം, ഈ ജോലി എനിക്ക് വേണ്ട, ഇനി മറ്റൊരു ജോലിയിലേക്ക് കടക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഞാൻ എവിടേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്താലും അവിടുന്ന് എനിക്ക് റിജക്ഷൻ വരിക. ഈ റിജക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കോൺഫിഡൻസിനെ വളരെയധികം ബാധിക്കുന്ന ഒരു സംഭവമാണ് റിജക്ഷൻ. സോ അങ്ങനെ ഒരു 2-3 റിജക്ഷൻ വരുമ്പോൾ പിന്നെ ഒബ്വിയസ്ലി നമുക്ക് മടുപ്പായിരിക്കും, പിന്നെ നമ്മൾ അതിന് മുതിരാൻ നിൽക്കില്ല. സോ ഇത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കാം. പിന്നെ നമ്മൾ അവിടെയും നമ്മൾ സ്റ്റക്ക് ആയി പോകും. പക്ഷെ ഇവിടെ നമ്മൾ എഫേർട്ട് എടുക്കാനിട്ടല്ല, പക്ഷെ നമ്മുടെ എഫേർട്സ് സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ ആരും കാണാണ്ട് പോകുന്നത് കൊണ്ടാണ്. അതും ഇത്തരത്തിലുള്ള ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുന്ന ബ്ലോക്കുകൾ കാരണോ അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മ കാരണോ സംഭവിക്കും. അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബ്ലോക്ക് കാരണമാണ് അവൻ്റെ റിയാലിറ്റിയിൽ റിജക്ഷൻ സംഭവിക്കുക. മനസ്സിലായില്ലേ? അതായത് താങ്കളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് താങ്കളുടെ റിയാലിറ്റി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താങ്കളുടെ റിയാലിറ്റി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ പവർ ഉള്ളത് ആർക്ക് മാറ്റം വരുത്താനാണ്? മറ്റൊരാളിലല്ല, നമ്മളിൽ മാറ്റം വരുത്താനാണ് നമ്മളുടെ കയ്യിൽ പവർ ഉള്ളത്. ഇപ്പം എനിക്ക് എന്നെ റിജക്റ്റ് ചെയ്യുന്ന ഒരു എംപ്ലോയർ അയാളെ പോയിട്ട് എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അയാൾക്ക് തോന്നണം എന്നെ ആ ജോലിക്ക് എടുക്കണമെന്ന്. അതിനെന്താ ചെയ്യേണ്ടത്? എൻ്റെ ഉള്ളിൽ ഞാൻ ആ ജോലിക്ക് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം. അത് മാറ്റാൻ പറ്റാത്ത ഒരു എനർജിയാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിലോ ചിലത് ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റും. ചിലതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ പാത്തൊന്ന് ഡൈവേർട്ട് ചെയ്ത് അവൻ്റെ റൈറ്റ് ട്രാക്കിലേക്ക് അവനെ വിടണം. ഓക്കെ. അപ്പം നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള ട്രാക്ക് നമ്മൾ കണ്ടെത്തണം. ഇപ്പം നമ്മൾ പഠിച്ചതിൻ്റെതായതുകൊണ്ട് നമ്മൾ ഈ ഒരു ജോലി ചെയ്യണം എന്നല്ല. ഒരു ബിസിനസ് മൈൻഡുള്ള ഒരാൾക്ക് എപ്പോഴും ബിസിനസ് തോട്ടായിരിക്കും ഉണ്ടാവുക. അവനൊരു എംപ്ലോയി ആയിട്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ അടിസ്ഥാനപരമായി ഉള്ള കഴിവുകൾ സംഗീതമാണ് എന്ന് വിചാരിക്കുക. അവനെ പോയിട്ട് ഒരു IT ഫീൽഡിൽ ഒരു IT എഞ്ചിനീയറായിട്ട് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ എത്ര കാലം അവനവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? അപ്പം ഇത് നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഉള്ളിലുള്ള നിറഞ്ഞു നിൽക്കുന്ന ബേണിംഗ് ഡിസയേഴ്സ് എന്താണെന്നുള്ളത് അറിയണം. ഇപ്പോൾ ടാരോ റീഡിങ് നമുക്കറിയാം, ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് വന്ന അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്ന ഒരു സംഭവമാണ് ടാരോ റീഡിങ്. ഈ ആസ്ട്രോളജി എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യൻ ഒറിജിനലുള്ള നമ്മുടെ ജാതകം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ സമയം നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ആസ്ട്രോളജിയിൽ. ഈ ആസ്ട്രോളജിയിൽ നിന്ന് ഡിഫറെൻ്റ് ആണോ ഈ ടാരോ റീഡിങ്? ഓക്കെ, വേദിക് ആസ്ട്രോളജി നമ്മൾ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മൈൻഡ് മാപ്പ് തന്നെയാണ്. ഒരാളുടെ മൈൻഡ് മാപ്പ് റീഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് 9 ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് ബ്രഹ്മാണ്ടത്തിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന ഇവൻ്റെ ബർത്ത് ചാർട്ട്, ജാതകം, രാശി ചാർട്ട്. ഈ രാശി ചാർട്ടിൽ ഉള്ളത് ഇവൻ്റെ മൈൻഡ് മാപ്പാണ്. മനസ്സിലായില്ലേ? അതായത് 1st ഹൗസ് മുതൽ 12th ഹൗസ് വരെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവൻ്റെ ചിന്താരീതി എങ്ങനെയാണ് പോകാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഒരു ജാതകം നോക്കിയിട്ടും ഒരു ആസ്ട്രോളജർ റിസൾട്ട് പറയുക. അതേപോലെ തന്നെയാണ് ടാരോ. വെസ്റ്റേൺ ആസ്ട്രോളജിയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ടാരോ കാർഡ്സ്, അല്ലെ കാർഡ് റീഡിങ്. ഒരു ഗെയിമായിട്ട് തുടങ്ങി പിന്നീട് ഒരു സൈക്കിക് റീഡിംഗ് ആക്കി മാറ്റി ഒരു ഇൻറ്റ്യൂട്ടീവ് റീഡിങ്, അല്ലെ ഒരു ഡിവിനേഷൻ. ഇതെല്ലാം ദൈവജ്ഞൻ എന്നാണ് പറയുന്നത് ഒരു ആസ്ട്രോളജറിനെ. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതും. ദൈവത്തിനോട് എത്രയും അടുത്ത് നിന്നിട്ട് നമ്മൾ സ്വയം നമ്മളെ ഹീൽ ചെയ്തും പ്രൊട്ടക്റ്റ് ചെയ്തും എടുത്തിട്ട് മറ്റുള്ളവരുടെ എനർജി റീഡ് ചെയ്ത് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ടാരോ റീഡിങ് കാർഡ്സിലൂടെയാണ് നമ്മൾ ഈ ഒരു മൈൻഡ് മാപ്പ് നടത്തുന്നത്, മൈൻഡ് മാപ്പിംഗ് നടത്തുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ഈ ടാരോന്റെ കാർഡ്സ് ഒന്ന് കാണിച്ചു തരാമോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന്? ഓക്കെ, ഇത് നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ടാരോയുടെ ഒരു ഡെക്കാണ്. അതായത് റൈഡേഴ്സ് വെയിറ്റ് ഡെക്ക് എന്ന് പറയും.
നമ്മൾ ഈ ഒരു ഡെക്കിലാണ് ഏതൊരു ടാരോ റീഡിങ് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയും പഠിച്ചു തുടങ്ങേണ്ടത്. ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഒറാക്കിൾ കാർഡ്സ് ഒക്കെ ഉണ്ട്. 78 കാർഡ്സ് ആണ് വരുന്നത്. മേജർ അർക്കാന ആൻഡ് മൈനർ അർക്കാന എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാർഡ്സ്. ഞാൻ കാർഡ്സ് കാണിക്കാം. ഓക്കെ, ഇതുപോലെയാണ് ഈ കാർഡ്സ് ഉണ്ടാവുക. ഓക്കെ, ഇത് 78 കാർഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിൽ ഈ മേജർ അർക്കാന കാർഡ്സ് എന്ന് പറയുന്നത് ഒരാളുടെ ഡീഫോൾട്ട് എനർജി എന്ന് പറഞ്ഞാൽ ആ ഒരു എനർജി അവന് ജന്മന ഉണ്ടായ അവൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു ക്യാരക്ടർ എന്നോ ഒക്കെ പറയാം. അത് അവൻ്റെ മരണം വരെ അവൻ അത് ഉണ്ടായിരിക്കും. പിന്നെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവന് മാറി വരുന്ന സ്വഭാവങ്ങളും ചിന്തകളും ഇൻഫ്ലുവൻസുകൾ ഇതൊക്കെ ഉണ്ടാവും. ആ അടിസ്ഥാനത്തിൽ വരുന്ന തോട്ട്സിനെ നമുക്ക് മൈനർ അർക്കാന എനർജി എന്ന് പറയാം. അപ്പോൾ ഒരാളുടെ പ്രശ്നം വെക്കുകയാണ്, ഇപ്പം അയാളുടെ മാരേജ് ഡിലേ ആവും എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. നമ്മൾ കാർഡ്സ് ഷഫിൾ ചെയ്തിട്ട് അയാളുടെ എനർജി നമ്മൾ എടുക്കും. ഓക്കെ, അയാളുടെ എനർജി എടുക്കും. അത് അയാൾ നമ്മുടെ കൂടെ വേണമെന്ന് പോലുമില്ല, അയാളുടെ ഒരു പ്രസൻസ് വേണമെന്ന് പോലുമില്ല. നമ്മൾ എനർജറ്റിക്കലി കണക്റ്റഡ് ആണ് എല്ലാ സോൾസുമായിട്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പം ദുബായിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇവിടെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഡയറക്റ്റ്ലി അവരുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാം. കാരണം നമ്മളെല്ലാം യൂണിവേഴ്സൽ എനർജി ആയിട്ട് അയാളെ കാണണമെന്നുണ്ടോ? കാണണമെന്നില്ല, ഇല്ല. അവരുടെ നമ്മൾ എനർജറ്റിക്കലി ആണ് അവരുടെ പേരോ ഡീറ്റെയിൽസോ എന്തെങ്കിലും മാത്രം നമ്മൾ പേര് ചോദിക്കും. ഒരു റെഫറൻസ് എപ്പോഴും വേണമല്ലോ. നമ്മൾ ഇയാളോട് ഡയറക്റ്റ് സംസാരിച്ചിട്ട് അവരുടെ പേരുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളൊരു റെഫറൻസിന് എടുക്കും. ഓക്കെ, ഏജ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഏജ്, നമ്മൾ ഉള്ളതായിട്ടുള്ള സ്ഥലങ്ങൾ, സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണ്. പ്രാക്ടിക്കലി നമ്മൾ ഡെഫിനറ്റ്ലി പ്രാക്ടിക്കലി ചിന്തിച്ചിട്ട് തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതൊരു റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ അയാളുടെ ആ പർട്ടിക്കുലർ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് നമ്മളിത് എടുക്കുക. അപ്പോൾ അതിലൊരു മേജർ അർക്കാന എന്നുള്ള ഒരു എനർജി വരികയാണ് എന്ന് വിചാരിക്കുക. അതൊരു പോസിറ്റീവ് എനർജി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾക്ക് മാരേജ് എന്ന് പറയുന്നതിന് തടസ്സമുള്ള ഒരു വ്യക്തിയെ അല്ല. സബ് കോൺഷ്യസ്ലി അയാൾക്ക് ഈ ഒരു ജന്മത്തിൽ തടസ്സങ്ങളില്ല. മാരേജ് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. ആദ്യം നമ്മൾക്ക് അതിന് യോഗം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുക. അങ്ങനെ യോഗമുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒബ്സ്റ്റക്കിൾ? അപ്പോൾ അവിടെ മൈനർ അർക്കാന കാർഡ്സ് ആണ് വരുന്നത് എന്ന് വിചാരിക്കാം. അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും ചിലപ്പം വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാർഡ്സ് ഉണ്ട്. കാർഡ്സ് എല്ലാം പോസിറ്റീവാണ്. ബട്ട് എനർജി അത് ഡിനോട്ട് ചെയ്ത് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ, നമുക്ക് തരുന്ന ഇൻഡിക്കേഷൻസ്. അപ്പോൾ അവിടെ ആ വ്യക്തിയുടെ തോട്ട് പ്രോസസ്സിലുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. അത് നമുക്ക് മനസ്സിലാവും. അവൻ്റെ തോട്ടിലാണോ അതല്ലെങ്കിൽ അവൻ്റെ സാഹചര്യമാണോ? ഒരു ടെൻറ്റിക്കൽ എനർജി വന്നു എന്ന് വിചാരിക്കാം. ഇതിൻ്റെ അകത്തുള്ളൊരു കാർഡാണ്. ഓക്കെ, അത് അവൻ്റെ ഫിനാൻസിനെ സൂചിപ്പിക്കുന്നു. അവൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് എന്താണോ അതാണ് അവനിൽ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അവൻ്റെ മാരേജ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, പക്ഷെ ഇത് ഇവൻ റിയലൈസ് ചെയ്യുന്നില്ല.